അതെ, ആ പയ്യന് ഇവിടുന്ന് പറഞ്ഞുവിടാൻ വേറൊരു പണിയുണ്ട്. എന്താടാ? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പുഴുങ്ങിയ താറാമുട്ടയും ചാളയും കൂടെ വായിലിട്ട് ചവച്ചരച്ച് നനഞ്ഞ തുണി കൊണ്ട് വായ മൂടി കെട്ടിക്കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വായിൽ കെട്ടഴിച്ച് മാറ്റി പയ്യനെ വിളിച്ചു വരുത്തി മോനെ എന്ന് വിളിച്ചാൽ മതി, അവന് ജില്ല വിട്ട് ഓടിക്കോളും. അതിന് മൊട്ടയും ചാളെ വേസ്റ്റ് ആക്കണമെന്നില്ല. പിന്നെ നീ ആ പയ്യനെ വെറുതെ അടുത്ത് വിളിച്ചിരുത്തി മോനെ എന്ന് വിളിച്ചാ മതി. പിന്നെ ആ പയ്യൻ തട്ടിപ്പോണ്ട് നോക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആശാനെ, ഇവനെ പറഞ്ഞു വിടലില്ലേ? ഇവനെ പറഞ്ഞു വിടുന്നില്ല. ആശാനെ, മിണ്ടരുത്. അല്ല, അത് ഇന്ന് മുതൽ ഇവൻ നമ്മളിൽ ഒരു അംഗമാണ്. ഞാൻ ഒന്നും കാണാതെ ഒരു കാര്യം തീരുമാനിക്കില്ല എന്ന് അറിയാലോ. ആശാനെ, എങ്കിലും പങ്കിലും ഒന്നുമില്ല. ആർക്കെങ്കിലും വിരോധം ഉണ്ടെ കൈവക്കാം. എന്താ ഇന്നത്തെ ചായ കലക്കി. ഇത് പറയാനാണ് ഓടി വന്നത്? ഇന്നത്തെ പെർഫോമൻസും കലക്കി. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. എങ്ങനെ? അല്ല, ഇങ്ങനെ. ഓ, വളരെ നന്ദി. താങ്ക്സ്. പറ്റി തീർക്കാതെ നിങ്ങളെ പറ്റിക്കുന്നവരോട് ഇങ്ങനെ തന്നെ പറയണം. എല്ലാം ദരിദ്രവാസികളാ. അപ്പൊ ഈ പറയുന്ന ആളോ? അത് പിന്നെ നാളെ തരാം. അതെ, ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ. ചൂടാവുമ്പോ ഉമയെ കാണാൻ നല്ല ഭംഗിയാ. ആണോ? ഉമ എന്താ എന്നും ചായ എന്നിട്ട് പെട്ടെന്ന് പോരുന്നത്? അയ്യോ, നാളെ മുതൽ ചായ തന്നിട്ട് ഞാൻ പിറ്റേന്ന് പോന്നോളാം. മതിയോ? ഉമയുടെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉമേ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അല്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുന്ന കാര്യം മറ്റു പ്രദേശത്ത് അറിയണ്ട. അറിഞ്ഞാല് എനിക്ക് തള്ളു വയ്ക്കും. മോളെ ഇവ കള്ളനാ, പറയുന്നത് വിശ്വസിക്കല്ലേ. അല്ല, പൊന്നെ പറക്കറവാ. കുളം കലക്കി പരത്തിനെടുത്തപ്പോ തൃപ്തി അല്ലേ? ദേ, CC അറിഞ്ഞ് തീരാറായെന്നൊന്നും ഞാൻ വിചാരിക്കില്ലട്ടോ. എടാ, രാവിലെ ഒരു ഗ്ലാസ് ചായ തരുന്ന കൊച്ചാ, നീ ആയിട്ടത് ഇല്ലാതാക്കരുത്. നിങ്ങളെ കേശവൻ പിള്ളയല്ല, ശവം പിള്ളയാണ്. വെറുതെ അല്ല മക്കൾ ഇവിടെ കൊണ്ടു പണ്ടാറടങ്ങിട്ട് പോയത്. കയ്യിലിരിപ്പിതല്ലേ മോനെ. നിനക്കൊരു ഭാവി ഉള്ളതാ. ഇയാളുടെ കൂടെ നടന്നാന്ന് നശിപ്പിക്കരുത്. ശവം പിള്ള റോജുവനെ, ഇവനെങ്ങനെ വിട്ടാ പറ്റൂല. ഇവനിട്ടൊരു പണി കൊടുക്കണം. ഇത്രയും വേണോ അപ്പൂപ്പ? വേണം. അവൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ ഇത്രയെങ്കിലും ചെയ്യണം. രാവിലെ കൊടുത്താ മതി. ഇത് വായിച്ച് അവരത് ശരിക്ക് കുളിച്ച് കോരട്ടെ. 5 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ പോലും ദേ ഇത്രയും തിരക്ക് കാണൂല. അതിന് നിന്നോടാരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല. റേഷൻ കടയിലല്ല, മദ്യഷാപ്പിൽ തന്നെ പോയത്. അത് എന്നേ നിർത്തി. ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ തന്നെയോ പോയത്. ക്യൂ കണ്ടാ തോന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ അതെ, ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ? മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. ആഹാ, സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള്. ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണോ? അല്ലടാ, അയാളുടെ ഡിഗ്രിയാണ്. ഓ, നോക്കിയിരിക്കാൻ അടിച്ച് കൂമ്പോട്ടാ നോക്ക്. പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഇത് ചവിട്ടി പുറത്താക്കത്തത് നമ്മുടെ ഭാഗ്യം. രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ? അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കട്ട്. പിന്നെ ഒരു ചായക്കട, എടാ, ഈ തക്കിട പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ? എന്തു പണി? മോഷണം. എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേര് കേൾക്കാൻ. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ. ആവാരാഹും ആവാരാഹും. നിർത്തണം. ശരിയാ, മേവാരാഹും. ഞാൻ അനാഥനാ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട്, ആശ കേക്ക് ആവാരാഹും പാടുന്നത് കണ്ടില്ലടാ, ആശ കറിയുന്നത് കണ്ടില്ലടാ. ഞാൻ വെറുതെ പാടിയതാ. ദൈവമേ, അപ്പൊ കാശേന്ന് ബുക്ക് ചെയ്ത് പാടിയിരുന്നെങ്കിലാ. എടാ, നിങ്ങൾക്കറിയാം, ഈ തെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അനാഥനായത്. ആശാന് ഞാനില്ലേ? നീ മാത്രമല്ല, ആശാന് ഞാനും ഇല്ലേ? നിങ്ങൾ മാത്രമല്ല, ഞാനുമില്ലേ? ഇങ്ങനെ കറിയരുത് ആശാനെ. ആശാൻ എന്റെ ദൈവമാണ്. ഞങ്ങളുടെയും എന്റെ എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ? ആശാൻ എന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. പാവം പെരറിഞ്ഞിരിക്കണ എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ അയക്കാൻ പറ്റുന്ന കാശ് കള്ളനടിച്ചോണ്ട് പോയി. എന്നിട്ടും ആ കളം വീട്ടാൻ വേണ്ടി ഇന്നും ആശാന്റെ പുറകെ ഈ ചാളയെക്കൊണ്ട ചോദ്യം നടക്കണില്ലേ? നടക്കണ്ട അവിടെ
ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും. ആശാനെ നാളെ അവധിയാണ്, സൺഡേ. എന്നാ മറ്റന്നാ നിർത്താം. എന്താടാ എന്ത് പറ്റി? ആശാനെ ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടല്ല പിന്നെ ദേ ഈ കുപ്പിയിലെ സാധനം തീർന്നു പോയി. അതാണ്. എന്നാ ഞാൻ ഇനിയും പോയിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ആവശ്യമില്ലായി. എനിക്കൊരു പക്കടിക്കണമെങ്കിൽ ഒരു ഫൈന് കൂടെ മേടിച്ച് ഞാൻ ബ്രദേഴ്സ്, വെള്ളം അടിച്ചാ കുഴഞ്ഞു വിടരുത്. ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ നിൽക്കണം. ശേഷം 34 എവിടെ? 34. ആ എന്തായി ഉമ്മച്ചേച്ചി ഒരു സാധനം തന്നെ വിട്ടിട്ടുണ്ട്. ഉമ്മച്ചേച്ചി? എന്ത് സാധനം? ഇവിടെ ഒരെട്ട കർത്താവേ. എന്റെടാ? ആ നടക്കട്ടെ, നടക്കട്ടെ. മൊട്ടേന്ന് പിടിച്ചില്ല അവനും മുമ്പ് അവൻ. കർത്താവേ. എന്റെ ജീവന്റെ ജീവനായ ഓടാ മരപ്പട്ടി തെണ്ടി കീടം. ഞാൻ ഇരിക്കുന്നിടത്തോണ്ട് കാലൊക്കെ തന്റെ താരോട് പറഞ്ഞു. തെണ്ടി. ഒരു ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി നേടിത്തന്നില്ല കർത്താവേ. എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ. ജാക്കി ചാൻ. ഞാൻ അവിടെ വരുമ്പോ അടുപ്പം കാണിക്കാത്തോണ്ട് എന്നോട് പിണക്കമാണോ? നമ്മൾ കൂടുതൽ സംസാരിക്കും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് സ്നേഹം തൽക്കാലം മനസ്സിൽ മാത്രം മതി. മതി മതി. ജാക്കി ചാൻ സുന്ദരനാണ് കേട്ടോ. ജാക്കി ചായന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ കൂട്ടുകാരി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കുറെ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. ജാക്കി ചാൻ വാങ്ങിത്തരുമെന്ന വിശ്വാസത്തോടെ ലിസ്റ്റ് ഞാൻ എഴുതുന്നു. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ ഉഴുന്നുപരിപ്പ്, മേനി അഴക് വർദ്ധിപ്പിക്കാൻ 2 കിലോ കടല, തലമുടി വളരാൻ 1 ടിൻ ശുദ്ധമായ വെളിച്ചെണ്ണ, കൺതടത്തിലെ കറുപ്പ് മാറ്റാൻ 1 കിലോ ഉരുളക്കിഴങ്ങ്. അവിടെ കറുപ്പില്ലല്ലോ. കൈമുട്ടിലെ കറുപ്പ് മാറ്റാൻ പൊറോട്ട മാവ് തന്നെ വേണം. കള്ളി. അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ആണല്ലേ? പിന്നൊരു കാര്യം മറന്നു. അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ്. എനിക്ക് 1 പവന്റെ മാല വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടെ ജാക്കി ചായന്റെ സ്വന്തം ഉമ്മ. ഇതിനെല്ലാത്തിനും കൂടി ഒരു 5000 രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ കർത്താവേ, പ്രേമത്തിനൊക്കെ ഇപ്പൊ ഇത്രയും വിലയുണ്ടോ? മണ്ടരിക്കത് ഏതടിക്കാനാണ്? സുന്ദര, എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കീടമെന്ന് വിളിക്കണോ? പേര് വിളിച്ചപ്പോഴേ മനസ്സിലായി ഉപകാരത്തിനാണെന്ന്. വേഗം കയ്യെടുത്തിട്ട് കാര്യം വേണം. എനിക്കൊരു 5000 തരും. 5000 രൂപ എന്തിന്? അത് എനിക്ക് ഭയങ്കര വയറുവേദന. ഡോക്ടറെ കാണണം, മരുന്ന് മേടിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, സ്കാൻ ചെയ്യണം. 5000 രൂപ മതിയാ? പോരാ എന്നാലും. തൽക്കാലം എന്റെ ഇത്രേ ഉള്ളൂ താങ്ക്സ്. എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്ന ഈ കീടനാശിനി എടുത്ത് ഞാൻ താഴേട്ട് വരും. പോടാ. അപ്പൊ നീ എനിക്ക് തരൂലേ? തരികേല. ഉറപ്പാണ്. ഉറപ്പ്. പോടാ പട്ടി. ഏ? പോടാ പട്ടീന്ന്. ഏ എടാ സൈഫു, നിന്റെ അടുത്ത് കാശൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാശില് തരാമെന്നാണോ? അതല്ല, നിന്റെ ഈ മാല ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ? ആഹാ, എടാ ഇങ്ങനെയൊക്കെ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചോ. താങ്ക്സ് ഡാ. ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ? അതെനിക്കറിയില്ല, ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ. 15000 രൂപയ്ക്ക്? വെറും 15 രൂപയ്ക്ക്. ദിസ് ഈസ് റോൾഡ് ഗോൾഡ്. ദരിദ്രവാസി, പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി. നീയൊക്കെ എന്തിനാണ് ഇവിടെ വസിക്കുന്നത്? നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ. ഇങ്ങോട്ടിരിക്കേ. എന്താ കാര്യം? ആശാനെ, എനിക്കൊരു 5000 രൂപ വേണം. എന്തിന്? അമ്മ. അമേരിക്കക്ക് പോണോ? അല്ല, അമ്മക്ക് സുഖമില്ല. എത്ര വയസ്സായി? അമ്മക്ക് 40, 45. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. 50. അമ്മക്ക് സുഖമില്ല. 5000 രൂപ വേണം. ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. ആശാനെ ഞാൻ കൊടുക്കാം ആശാനെ. അല്ലെങ്കിൽ വേണ്ട ആശാനെ, ഞാൻ ഏയ് വേണ്ട വേണ്ട, ഞാൻ കൊടുക്കാം. 5000 രൂപ. പെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കുന്നതാ തെണ്ടി. കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ എന്തിനാ തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഇല്ലാണ്ട് ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? അന്തസ്സായിട്ട് തെണ്ടും. അവൻ പറഞ്ഞത് കേട്ടോടാ, അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന്. അതിലിത്തിരി പുളിക്കും. ബ്രദേഴ്സ്, റിലാക്സ്.